10 രാജ്യങ്ങളിലായി ഫ്രാൻസിസ് പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഫ്രാൻസിസ് പാപ്പായുടെ 10 രാജ്യങ്ങളിലേക്കുള്ള അപ്പസ്തോലിക സന്ദർശനങ്ങൾ റിപ്പോർട്ട് ചെയ്ത വത്തിക്കാൻ വാർത്താവിഭാഗത്തിലെ മാധ്യമപ്രവർത്തകയായ കോർട്ട്നി മാരസിയുടെ വാക്കുകളാണിത്. പല രാജ്യങ്ങളിലായി പാപ്പ നടത്തിയ പ്രസംഗങ്ങൾ, ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, പത്രസമ്മേളനങ്ങൾ എല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ഇതൊന്നുമല്ല. അദ്ദേഹവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചകളും അപ്രതീക്ഷിതമായി നർമ്മത്തിൽ ചാലിച്ച വാക്കുകളുമാണ്, മാരസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ജോൺ പോൾ II പാപ്പായെയും ബെനഡിക്ട് 16 പാപ്പായെയും അവരുടെ രചനകളിലൂടെയാണ് എന്നിൽ സ്വാധീനം ചെലുത്തിയത്. അവരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഫ്രാൻസിസ് പാപ്പായാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതുമായ ഏക മാർപ്പാപ്പ, മാരേസ് വെളിപ്പെടുത്തി. വിവാഹശേഷം പാപ്പായുടെ ആശീർവാദത്തിനായി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ നീണ്ട നിരയിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും നിന്നിരുന്നു. ആ സംഭവം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം പാപ്പായുടെ മംഗോളിയയിലേക്കുള്ള യാത്രയിൽ പേപ്പൽ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് കൃത്യം ഞങ്ങളുടെ വിവാഹ വാർഷികവുമായിരുന്നു. ഈ ദിവസം ഭർത്താവിനൊപ്പം വിവാഹ വാർഷികം ആഘോഷിക്കാൻ കഴിയാത്ത സങ്കടത്തിലായിരിക്കുമ്പോഴായിരുന്നു പാപ്പ ഒരു തമാശ പറഞ്ഞ് എൻ്റെ സങ്കടം മാറ്റിയത്. ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമാണോ? ഈ 4 വർഷത്തിനിടയിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ലേ എന്നായിരുന്നു പാപ്പ എന്നോട് ഹാസ്യരൂപേണ ചോദിച്ചത്, മാരസ് വെളിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൽ പൊതിഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ തൻ്റെ ദുഃഖാവസ്ഥ പാടെ മാറുകയായിരുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. വേദനിക്കുന്നവർക്കും മുറിവേറ്റവർക്കുമായി എവിടെ വെച്ചും അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടെന്ന് ശരിവെക്കുന്ന ഒരനുഭവവും മാരേസ് പങ്കുവച്ചു. മാൾട്ടയിലേക്കുള്ള പാപ്പായുടെ ഒരു യാത്രയിലാണ് അത് സംഭവിച്ചത്. അന്ന് പാപ്പായ്ക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന മാരേസ് സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച തൻ്റെ കസിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കാനായി പാപ്പായെ സമീപിച്ചു. യാതൊരു മടിയും കൂടാതെ പാപ്പ അവനായി പ്രാർത്ഥിക്കാൻ തയ്യാറായെന്നും കസിൻ്റെ ചിത്രം ഞാൻ പാപ്പായ്ക്ക് നേരെ നീട്ടിയപ്പോൾ അതിൽ കൈവച്ച് അദ്ദേഹം ആ വിമാനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് മാരസ് പറഞ്ഞു. ഇപ്പോൾ ലോകം മുഴുവനും ഫ്രാൻസിസ് പാപ്പായെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അന്നത്തെ ആ നിമിഷങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണെന്ന് മാരസ് കണ്ണീരോടെ പറയുന്നു.